ഒരു ലാബിന്റെ മാത്രം പരിശോധനാ ഫലം ആശ്രയിച്ച് രോഗത്തിന് ചികിത്സ തേടുന്നവർ ശ്രദ്ധിക്കുക. മഞ്ഞപ്പിത്ത ബാധ നിർണ്ണയിക്കാൻ ഒരേ ദിവസം പത്തനംതിട്ട കോന്നിയിലെ 6 ലാബുകളെ സമീപിച്ച യുവാവിന് കിട്ടിയത് പരസ്പര ബന്ധമില്ലാത്ത പരിശോധനാ ഫലങ്ങൾ. ഗുരുതര മെഡിക്കൽ അനാസ്ഥയെക്കുറിച്ച് മനോരമ ന്യൂസ് അന്വേഷണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ആസിഫ് മഞ്ഞപ്പിത്തമുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ സ്വകാര്യ രക്തപരിശോധനാ കേന്ദ്രത്തിലെത്തിയത്. അവിടെ നിന്ന് നൽകിയ പരിശോധനാ ഫലത്തിൽ മഞ്ഞപ്പിത്തമുണ്ട്. സംശയം തോന്നിയ ആസിഫ് മറ്റൊരു കേന്ദ്രത്തിൽ രക്തം പരിശോധനയ്ക്ക് നൽകി. അവരുടെ നിഗമനത്തിൽ ഇയാൾക്ക് മഞ്ഞപ്പിത്തമേയില്ല. ഞങ്ങൾക്കിപ്പോ ഒരിടത്ത് പറയുന്നു ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ഇങ്ങനെ ഒരുപാട് വേരിയേഷൻ ഉണ്ടായി. ഞങ്ങൾക്ക് വിഷ്ണുവിനോടൊന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ അവര് വന്ന് എന്തെങ്കിലും ഒക്കെ കാണിച്ചു. ഞാൻ ജസ്റ്റ് മഞ്ഞപ്പിത്തം ഇല്ലാതെ ഞാൻ പോയി നോക്കിയിട്ട് എനിക്ക് മഞ്ഞപ്പിത്തം ഉണ്ട്. ഇവിടെ ഈ ഡോക്ടേഴ്സ് ലാബിൽ ക്യാൻസർ ഇല്ലാത്ത ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു ഒരു പോലീസുകാരന്റെ മകൾക്ക്. രണ്ടിടത്തെയും റിപ്പോർട്ടിൽ വൈരുദ്ധ്യങ്ങൾ വന്നതോടെ ആസിഫ് ഒരേ ദിവസം തന്നെ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ കോന്നിയിലെ 6 ലാബുകളിൽ രക്തം പരിശോധനയ്ക്കായി നൽകി. കോന്നിയിലുള്ള കംപ്ലീറ്റ് ലാബിൽ ഞാൻ കൊണ്ട് ബ്ലഡ് കൊടുത്തിരുന്നു. അപ്പം പലയിടത്തുനിന്നും പല റിസൾട്ടാണ് വരുന്നത്. ഒരിടത്ത് 2.5 കാണിക്കുന്നു, ഒരിടത്തു 1.1, ചിലയിടത്ത് 1.2, 0.9 ഇങ്ങനെയൊക്കെയാണ് ബ്ലഡിന്റെ റിസൾട്ട് കാണിക്കുന്നത്. ഒരു ലാബിൽ നിന്ന് 2 തവണ പരിശോധിച്ചപ്പോഴും ഫസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞു വന്നു, പിന്നീട് കൊടുത്തപ്പോൾ ഇല്ലാന്നും പറഞ്ഞുമാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. റിസൾട്ടിൽ മാത്രമല്ല വൈരുദ്ധ്യം, ബില്ലിലുമുണ്ട്. ഒരിടത്ത് 50 രൂപയാണെങ്കിൽ മറ്റൊരിടത്ത് 120 രൂപയാണ്. ചിലയിടത്ത് 60ഉം 80ഉമാണ്. പരിശോധനാ ഫലവും അവയ്ക്ക് ഈടാക്കുന്ന തുകയും തോന്നിയതുപോലെ. ഇതുമാത്രമല്ല, പ്രമുഖ രക്തപരിശോധനാ കേന്ദ്രത്തിൽ ആസിഫിനെ ഫീമെയിലാക്കി. നിലവിൽ മഞ്ഞപ്പിത്തമുണ്ടോ ഇല്ലയോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ആസിഫ്. തനിക്കുണ്ടായ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ക്യാമറമാൻ VS രാജീവിനൊപ്പം BL അരുൺ, മനോരമ ന്യൂസ്, പത്തനംതിട്ട.